ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അവർ ഡ്രീം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവ് കണക്ക് പോലെ സൺഡേ ആണ്. ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ, അതായത് ശനിയാഴ്ച രാത്രി നമ്മൾ ഫുഡ് വ്ലോഗ് ചെയ്തിരുന്നു ടർക്കിഷ് ചിക്കൻ്റെ. അപ്പോൾ ആ വ്ലോഗിൽ പറഞ്ഞ എനിക്കറിയില്ല, ഞങ്ങൾ ഇന്ന് നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ സർക്കസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പിള്ളേർ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ഞങ്ങളത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ടുള്ള റെഡിയാവുകയാണ്. ഞാൻ ഓൾറെഡി നമുക്ക് റെഡിയാകുന്നില്ല, റെഡിയാക്കി നിൽക്കുവാണ്. അപ്പോൾ മുത്തുമണീസും കയ്യാപ്പിയും അച്ചുക്കുട്ടനും ഞങ്ങൾ നാലുപേരും എന്നെ നോക്കിയാ ഹായ് തൊട്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ആരൊക്കെ കണ്ടെന്ന് അറിയത്തില്ല. അപ്പം ദിവസേന 3 ഷോ എന്നൊക്കെ പറയും. എന്തായാലും ഞങ്ങൾ വൈകിട്ട് സൺഡേ അല്ല 4 മണിക്കത്തെ ഷോയിലാണ് കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ അവരോട് പറട്ടെ. അപ്പൊ ഞങ്ങൾ പോകാനായിട്ട് റെഡി. എല്ലാവരും വന്നു കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു കുഞ്ഞു സങ്കടം പറ്റി പോകുന്ന കണക്ക് എന്ത് വരുന്നത് ഷൂ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോയി. അപ്പോ എന്തായാലും ഞങ്ങളുടെ മോൾക്ക് വാപ്പയുടെ സ്ട്രോങ് ആണ് വാപ്പയുടെ മോളല്ലേ. ഞങ്ങൾ രാവിലെ നേരെ ഷൂ മേടിക്കും നാളെ രാവിലെ അല്ലേ. ഞങ്ങൾ പറ നാളെ രാവിലെ തന്നെ നേരെ ഷൂ മേടിക്കുന്നതായിരിക്കും നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഇതെന്താ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം വാപ്പി കണക്ക് നീല ഷൂ തന്നെ ഇടാന്നൊക്കെ പറഞ്ഞ ഷൂ പൊട്ടിപ്പോയി. ഞങ്ങൾ രാവിലെ വേറെ ഷൂ മേടിക്കും. അപ്പൊ നമ്മള് ഫോൺ കൈമാറാൻ വേണ്ടി പോവാണ്. വണ്ടി എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് എയർപോർട്ടിൽ പോയിരുന്നു ഫ്രണ്ടിനെ. രാത്രി വേറെ കുറെ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്ന. അപ്പം പിന്നെ രാത്രി 1:30 മണി ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളോട് എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. 1:30 മണിയാകുമ്പോ പിന്നെ ഇനി പെട്രോൾ അടിക്കാൻ പോയായിരുന്നു. ഞാനും ഫ്രണ്ട് മാത്രം, ബാക്കി എല്ലാവരും വഴിയിൽ ഇറക്കിയിട്ടാ വന്ന. ഞങ്ങൾ 3 പേരെ ഉള്ളായിരുന്നു. അപ്പൊ കൊറേ നാൾക്ക് ശിക്ക വൈറ്റ് ഷർട്ട് ഇറങ്ങി. നൈസ വന്നിട്ട് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാ വൈറ്റ് ഷർട്ട് ഇട്ട് കാണുന്നത്. വന്നിട്ട് 2-3 വൈറ്റ് ഷർട്ട് ഉണ്ട്. എനിക്ക് അങ്ങനെ ഇടത്തില്ല. ഇടാൻ വേണ്ടി പറയാല പിന്നെ ആയിട്ട് വേറെയൊക്കെ ഷർട്ട് നോക്കിയിടും. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചിരിക്കാനെ കൊണ്ട് 2 വർഷമായി. 2 വർഷമായി. എനിക്ക് തോന്നുന്നു എന്റെ കസിൻ ഫിസിന്റെ കല്യാണത്തിന്റെ അന്ന് അവനായിട്ട് എല്ലാ കസിൻസ് ഞങ്ങള് എൻഗേജ്മെന്റ് അന്ന് അല്ലേ അനിയ എൻഗേജ്മെന്റ് അന്ന് നമ്മളെല്ലാരും കൂടെ ഇട്ടത്. ലാസ്റ്റ് അന്ന് എടുത്ത ഷർട്ട് 2 വർഷമായിട്ടുണ്ട്. അന്നേരം എന്താ അച്ചു പറഞ്ഞ് 3 വൈറ്റ് ഷർട്ട് എടുത്തിട്ട് അതീതൊരെണ്ണം എടുത്തിട്ടാണ് ഇപ്പൊ അയൺ ചെയ്തിട്ട് ഇട്ടത്. എത്ര വൈറ്റ് ഷർട്ട് ഉണ്ട്? 3 പ്യൂർ വൈറ്റ് ഉള്ളത് 3 അല്ല ഉള്ളത്. ബാക്കിയൊക്കെ കൊടുത്ത് അച്ചുവിന് ഇടണോന്ന് പറഞ്ഞിട്ട് വാപ്പീനെ പോലെ എനിക്ക് ഇടണമെന്നുണ്ട്. അച്ചു ഇട്ടിട്ടുണ്ട്. എന്റെ മോൾക്കും ഉണ്ട് വൈറ്റ് അല്ലേ. കയ്യാപ്പി ഉണ്ട് വൈറ്റ്. കയ്യാപ്പി ഉമ്മയുടെ കൂടെ ഉണ്ട്, കുഞ്ഞുമ്മയുടെ ഉണ്ട്. ബ്ലൂ ഉണ്ട്, വൈറ്റും ഉണ്ട്, യെല്ലോ ഉണ്ട്. കയ്യാപ്പി 3 പേരും കൂടെ ഉണ്ട് അല്ലേ. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ സർക്കസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മയിലായിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. റൈബാനിലൊക്കെ ആയിരുന്നു. പക്ഷെ അന്നൊക്കെ കുറെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നിരോധിച്ച് ഗവൺമെന്റ് അതിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് നിരോധിച്ച്. ഇന്നലെ ഒരു ഫ്രണ്ട് പോയി കണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, 2.5 മണിക്കൂറോളം ഉണ്ടെന്നാ പറഞ്ഞത്. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ പോയതിനു ശേഷം അതെന്താന്നുള്ള അവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും. അത്ര വലിയ ഷോ അല്ലേ. അതെ, ഇവിടെ ഒരാളുടെ പല്ലില് സ്റ്റീൽ പല്ല് വെച്ച് അത് പറയാ എന്നെ പല്ല് കാണിച്ചു കൊടുക്കെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണപ്പല്ലെന്ന് പറഞ്ഞാ പോയത്. പക്ഷെ ഞാൻ വെള്ളിപ്പല്ലാണ് കിട്ടിയത് ഗൈസ്. അല്ലേടോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ? അവന് ഇനി ഓൾ ടൈം ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. കൊച്ചിലവിടെ നല്ല ശരിക്കും മിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ല് എല്ലാം പോയിരിക്കും. 5-6 പല്ല് മൊത്തം. പ്രത്യേകിച്ച് അതിന് കാരണക്കാർ ഇവളുടെ ഉമ്മ അനിയാടെ ഉമ്മ നൈസലമ്മ മേടിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല. അനിയാടെ ഉമ്മ എപ്പോ വീട്ടിലാ ദിവസവും. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് താമസം മാറി ഏകദേശം 1.5 വർഷമായി. എപ്പോ വന്നാലും അനിയാടെ ഉമ്മ മിഠായി മേടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. ഞാൻ അതിനെപ്പോഴും അനിയായിട്ട് വഴക്കം. മിഠായി മേടിച്ചു കൊടുക്കും, മിഠായി പറഞ്ഞാൽ കേൾക്കത്തില്ല.
അപ്പൊ ഇന്നും ഡോക്ടർ പറഞ്ഞ് മിഠായി കഴിക്കരുത് അല്ലേ? എന്താ ഡോക്ടർ? ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ, സ്റ്റീൽ പല്ല് വെച്ചിട്ട് കളിച്ചാക്കിന് മിഠായി കഴിക്കാൻ പറഞ്ഞു. മിഠായി കഴിക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. ചോര പറഞ്ഞു. അപ്പം താൻ മിഠായി കഴിക്കരുത്. കുഞ്ഞുമീൻ മിഠായി മേടിച്ചു വരുന്നത്. കുഞ്ഞുമായിട്ട് പിള്ളേരെ സ്കൂളിൽ വിളിക്കാണ്ട് സ്കൂളിൽ വിളിക്കാൻ ഡെയിലി മിഠായി മേടിച്ചു കൊടുക്കും. പറ, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ അല്ലേ? മുടിയൊക്കെ വെട്ടി എല്ലാ പ്രാവശ്യം നമ്മള് വെക്കേഷൻ സമയത്താണ് അസൻ ലൈനിട്ട് വെട്ടിക്കുന്നത്. കാരണം സ്കൂളിൽ ഒരു പ്രശ്നം വേണ്ട, പിന്നെ എന്റെ ഉമ്മയും അപ്പയും വഴക്കണം. കാരണം അവർ രണ്ടും അധ്യാപകരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നമ്മളോട് വഴക്ക് വരാൻ സമ്മതിക്കത്തില്ല. അങ്ങനൊന്നും വേണ്ട ഇപ്പോഴെന്നൊക്കെ പറഞ്ഞ. ഇന്നലെ രാത്രി കണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ രാത്രി ഞാൻ കൂടെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് രാത്രി ഞാനും അസനായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന. അപ്പൊ ഇന്ന് ഉമ്മയും അപ്പം വീട്ടിലോട്ട് വന്നിട്ടില്ലായിരുന്നു. മാത്രമല്ല ഇന്ന് നമ്മള് വേറെ രാവിലെ തന്നെ കത്തിജാന പല്ല് കാണിക്കാനായിട്ട് ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതെ, രൂപേഷ് ഡോക്ടറെ അടുത്താണ് കത്തിജാന കാണിക്കുന്നത്. എന്റെ അടുത്ത് ഞായറാഴ്ചയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പല്ലിന്റെ കാര്യം. കഴിക്കത്തില്ലായിരുന്നു. ഗൾഫിൽ പോയ ആ സമയത്ത് തൊട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവര് രണ്ടുപേരും വന്നേ പിന്നെ ഇവര് രണ്ടുപേരും ചോക്ലേറ്റ് കൂടുതൽ മിഠായി കഴിക്കും, അങ്ങനെ കഴിക്കും. പിന്നെ നൈസാൻ കഴിക്കും, അന്യായം എല്ലാരും കഴിക്കും കേട്ടോ. എല്ലാരും മധുരത്തിന് പുറന്നോട്ടല്ലേ, എല്ലാരും കഴിക്കും. എരിവിന് പുറന്നോട്ടാണ്, മധുരത്തിന് മുമ്പോട്ടാണ്. അയ്യോ, ഈയിടെ കഴിക്കാൻ തുടങ്ങിയത്. ചിക്കനകത്ത് ഫുൾ 1 കിലോ കഴിച്ചോളൂ. അല്ലെങ്കിൽ അല്ലേ, കഴിഞ്ഞ നമ്മള് ഇതിന്റെ ആലപ്പുഴയിലെ മറ്റേ ഇത് കലോത്സവം നടക്കുമല്ലേ? അപ്പൊ അതിന്റെ ഉത്സവം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മറ്റേ ബാൻഡിനൊക്കെ പോയിട്ടായിരുന്നു. അപ്പൊ ആള് ഭയങ്കര ടയർഡായിരുന്നു 2 ദിവസമായിട്ട്. ശേഷമില്ലായിരുന്നു. ശിശുദിന റാലി നവംബർ 14 കുട്ടികളുടെ റാലി അന്നായിരുന്നു. പണ്ട് ഒരു റാലിയില് നെഹ്റു ട്രോഫി സോറി ചാച്ചായിട്ട് എന്റെ ഇക്കായിരുന്നു, റാഫിയായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. അവര് സെലക്ട് ചെയ്തെങ്കില് അത്ര നല്ല ഒരു വന്നപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും അന്ന് ജീപ്പിൽ കൊണ്ടുപോയ റാലിയിൽ ഇക്കായിരുന്നു. വീണ്ടും പറയാം നെഹ്റു ട്രോഫി വള്ളക്കളിന്ന് ചിൽഡ്രൻസ് ഡേക്ക് ശിശുദിനത്തിന് ഇപ്രാവശ്യം കയ്യാപ്പിക്കില്ലായിരുന്നു സ്കൂളിൽ. എന്ത് പറ്റിയാവും? ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല വെയിലാണ്. മാത്രമല്ല പോലും പരിപാടി ഇല്ലായിരുന്നു. ഇത്രയും ദൂരം പിള്ളേർ ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവര് സ്കൂളിലെ പരിസരത്ത് മാത്രം കൊണ്ട് നടത്തിച്ചിട്ട് തിരിച്ചുകൊണ്ട് വരിക ചെയ്യുന്ന. അതും ഇല്ലായിരുന്നു. പിന്നെ ചിൽഡ്രൻസ് ഡേക്ക് വീട്ടിൽ തന്നെ ഞങ്ങൾ വീട്ടിലല്ല, ഞങ്ങൾ ഞങ്ങള് ലൈറ്റ് ഹൗസ് കാണാൻ പോയി. അതിന് അച്ചുവിന്റെ ഫ്രണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞെടുത്ത് ഞങ്ങളെ കണ്ടെന്ന് പറഞ്ഞത് അച്ഛൻ ഭയങ്കര സങ്കടവും കറിച്ചു. ലൈറ്റ് ഹൗസിന്റെ താഴെയായിട്ട് ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ. ഇവര് കൂട്ടാത്ത എവിടെയെങ്കിലും പോയിട്ടില്ലേ? ഇവരുടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് എല്ലാം നമ്മുടെ ചാനൽ കാണുന്നുണ്ട് കുറെ ആളുകളൊക്കെ. അപ്പൊ അവരാരെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുക്കും, ഞങ്ങള് കണ്ടായിരുന്നു വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരറിയാം നമ്മള് മറ്റേ ബീച്ചിൽ കഴിക്കാണ്ട് പോയ എന്തായിരുന്നു ഗുൽക്കണ്ട്. ആദ്യം ഞങ്ങൾക്ക് മേടിച്ച ദിവസം ഭയങ്കര ഇതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല, പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് എന്റെ ഫ്രണ്ട് വന്നിട്ട് അതെനിക്ക് കൂട്ടുകാരൻ അമ്മ മരിച്ചതിന്റെ ഒക്കെ ആയിട്ട് മാറ്റിപ്പോയി. ഞങ്ങൾ ജെമിനി സർക്കസിന്റെ അടുത്തെത്തി. ഞായറാഴ്ചയാന്ന് വിചാരിച്ച് നേരത്തെ ഞായറാഴ്ച നല്ല തിരക്കാണ്. ഇപ്പൊ അയ്യോ പുറമേ ആളൊക്കെ ഉണ്ട്. വണ്ടി പാർക്കിംഗ് ഇല്ലേ? കൂടെ പാർക്ക്. എന്താ നമ്മുടെ ജെമിനി സർക്കസിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പാർക്കിങ്ങിന്റെ ഏരിയ ഉണ്ട്. അത്യാവശ്യം ഈ വന്ന ആൾക്കാരുടെയൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് കിടപ്പുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരാള് വണ്ടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നാലേ നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യമല്ല, നല്ല വെയിലുണ്ട് ഇവിടെ. കുറച്ചാ മരത്തിന്റെ ആ ഒരു ചെറിയ കുഞ്ഞി ഒരു മരത്തിന്റെ ചോട്ടിലാണ് ഒന്ന് കണ്ടു കിടപ്പ്. ആ ഒരു തണല് മാത്രമേ ഉള്ളൂ. ഉച്ചക്ക് 1 മണിയുടെ ഷോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഷോ 4 മണിക്കാൻ പറ്റില്ല. 1 മണി, 4 മണി, 7 മണി 3 സമയം ചെയ്യുന്ന.
ഇപ്പൊ ആദ്യത്തെ ഷോ കഴിഞ്ഞത് ഇപ്പൊ രണ്ടാമത്തെ ഷോ. ടിക്കറ്റ് എടുക്കുന്ന എവിടെയാണെന്ന് അറിയത്തില്ല. എല്ലാം വീട്ടിൽ നല്ല ആളുണ്ട് കേട്ടോ. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ 200 ഉണ്ട്, 250 ഉണ്ട്, 350, അങ്ങേ അറ്റത്ത് 150 ഉണ്ട്. 3 കൗണ്ടർ ആട്ടോ. ഈ 3ന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇക്കകത്ത് ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം സർക്കസ് അങ്ങനെയുള്ള പോലെ കാര്യങ്ങൾ കാണാൻ. നൈസ കണ്ടോ? ഞാനും നൈസായും ഇക്ക പണ്ട് കുഞ്ഞിലേ പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാനും നൈസായും ഞങ്ങൾ 4 പേര്. ഫസ്റ്റ് ടൈം ഞങ്ങൾ TV-യിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ ഫസ്റ്റ് ആദ്യമായിട്ട് കാണും. എന്താണ് സംഭവം? അതന്നെ എന്താ സംഭവം? മറ്റേ ജോക്കർ പടത്തിൽ ഏറ്റവും കൂടുതലുള്ള അല്ലെ ജോക്കർ. പിന്നെ ഒരു സൂര്യയുടെ ഒരു പടം ഉണ്ടല്ലോ, എന്താ സംഭവം അറിയത്തില്ല. എന്താ പടത്തിന്റെ പേര് മറന്നുപോയി. എന്താണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് കാണുന്ന വല്ലവർക്കും 350 ടിക്കറ്റ്. എന്താ സംഭവം അറിയത്തില്ല അവിടെ. ഗൈസ്, നിങ്ങൾ വരുമ്പോ ഗൂഗിൾ പേ ഇവിടെ വർക്കല്ല. ഗൂഗിൾ പേ വർക്കല്ല, ഇവിടെ ഗൂഗിൾ പേ ഇല്ല. വരുന്നവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക. ഇക്ക ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആയിട്ട് അധികം കയ്യിൽ കരുതിയില്ല. ഇക്ക ഇപ്പൊ പൈസ ഇവിടെ തൊട്ട് അത് തന്നെ ഗൂഗിൾ പേ ചെയ്തത്. ഇപ്പൊ ഇക്ക തൊട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇക്ക അങ്ങോട്ട് പോയിരിക്കുക. പക്ഷെ നമുക്കറിയില്ല, ഇത്രയും വലിയ ഷോ ആയതുകൊണ്ട് ഗൂഗിൾ പേ കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഇവിടെ വരുന്നവർ എന്താണെങ്കിലും നമ്മളപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞ് വന്നപ്പോ തന്നെ പണിയാ കിട്ടിയത്. ഇവിടെ ഓൺലി വരുന്ന എല്ലാവർക്കായിട്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത്, നമുക്കിവിടെ ഗൂഗിൾ പേ ഇല്ല, കാർഡ് പേയ്മെന്റ് ഒന്നും ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. വരുന്നവരെല്ലാവരും ക്യാഷ് ആയിട്ട് പോവാം. ഞാനൊരു 3 കടി ചോദിച്ചു, 2 പേർക്കില്ലായിരുന്നു. ഏട്ടൻ തന്ന്. ക്യാഷ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാറാണ് പെട്രോൾ പമ്പിൽ. ഇന്ന് ഞാൻ അറിയാതെ ക്യാഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ച് ഇക്കതന്നെ തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ക്യാഷ് മാറാൻ വേണ്ടി പോയത്. ATM എടുക്കുക, ATM കാണുമല്ലോ, അവിടെ പോയെന്ന് വിചാരിച്ചു. പക്ഷെ അല്ലെ പോയി. ഉറപ്പായിട്ടും വരുന്നവരെല്ലാവരും ക്യാഷ് ആയിട്ട് വരാറുള്ളൂ, അല്ലെങ്കിൽ പെടും. നമ്മുടെ ഇവിടെ റോഡിന്റെ പണി നടക്കുന്നത് തൊട്ട് ഫ്രണ്ട്. അതുകൊണ്ട് കാണി കെട്ടുന്നത് ഭയങ്കര റിസ്ക് ആണ്. നമുക്ക് ഇവിടെ അപ്പുറത്തോട്ട് റോഡ് ഏറ്റവും ഇല്ല, അടുത്ത് ഇവിടെ ഏറ്റവും ഇല്ല. പെട്രോൾ പമ്പിൽ കാണത്തില്ലേ? എല്ലാ പമ്പിലും പെട്രോൾ ഇത് കാണത്തില്ല, പമ്പല്ല, പെട്രോൾ. ഇക്കായും കയ്യാപ്പിയും അച്ചും കൂടെ അവിടെ ടിക്കറ്റ് കൗണ്ടറിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ തൊട്ട് ഇവരുടെ തന്നെയാന്ന് തോന്നുന്നു. മറ്റേ തെലുങ്കാന തമിഴാണ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ബിസ്ക്കറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സ്നാക്സ് 2-2.5 മണിക്കൂർ ഉണ്ടെന്നാ പറഞ്ഞ. നമുക്ക് അന്നേരം പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അല്ല, ഇതിന്റെ അകത്താ 150 ടിക്കറ്റ് ഉള്ളു. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. നമുക്കിത് ഇവിടെ ആണ് സ്നാക്സിന്റെ സ്റ്റോർ. നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും വാങ്ങിക്കാം. ടിഷ്യൂ വല്ലതും ഉണ്ടോ ചോദിക്കാം. അമ്മ ഉണ്ടോ? ഇല്ലേ. ഇവിടുന്ന് പോപ്കോൺ അതന്നെ. ഇവിടുന്ന് പോപ്കോൺ വാങ്ങിച്ചിട്ട് നമുക്ക് തുറന്നിരിക്കുകയില്ല. അധികം വല്ല കാറ്റില്ല. കാറ്റുള്ളതുകൊണ്ട് കാറ്റടിച്ച് പോപ്കോൺ താഴത്ത് വീഴുന്നു. അത് ടിഷ്യൂ അവരോട് ചോദിച്ചപ്പോഴത്തേ അവിടെ ടിഷ്യൂ ഇല്ലെന്ന് പറഞ്ഞു. അത് നൈസ വഴിനീളത് കളയാതിരിക്കാൻ കഴിച്ച് വരിക. പോപ്കോൺ വാങ്ങിച്ചു, 2 ലേസ് വാങ്ങിച്ചു. തൽക്കാലം 2-2.5 മണിക്കൂർ. വെള്ളം ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നോണ്ട് കയ്യാപ്പിക്കാൻ പല്ലിന്റെ അടച്ചിന് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് ഇറങ്ങിയ. ടിക്കറ്റും കൊണ്ട് ആള് വന്നു. ഒരു 1/2 മണിക്കൂർ. ഞങ്ങൾ 3 മണിയല്ലേപ്പോഴത്തേക്ക് ഇവിടെ വന്നത്. ഒരു 1/2 മണിക്കൂറായി. പിന്നെ ഫസ്റ്റ് നിന്നിരുന്നോണ്ട് കുഴപ്പമില്ല. തന്നെ ടിക്കറ്റ് കിട്ടി. ഇവിടെ 3 വയസ്സിന് തൊട്ട് മുകളോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. കിട്ടിയാ? അങ്ങനെ ഞങ്ങൾ സർക്കസിന്റെ അകത്തോട്ട് കയറാൻ പോകുന്നു. ഇനി ഏത് വഴി എൻട്രൻസ് ഒന്നും അറിയത്തില്ലല്ലോ. ഇവിടെ ഒരെണ്ണം അടച്ചിട്ടിരിക്കുക.
ആ തന്നെ വാ. $150, $250, $200 3 ഇതിൽ കൂടെയാ. ഇതാണ് നമ്മുടെ എവിടെ അതേ ഇതിന്റെ അകത്ത് തന്നെ ഗൂഗിൾ പേ ഉണ്ട്, വെളിയിലില്ലെന്നേ ഉള്ളു. ഇതിന്റെ സൈഡിൽ തന്നെ സ്കാൻ ആൻഡ് കൗണ്ടറും ഉണ്ട്. ഇവിടെ മറ്റേ റോബോട്ടിക് ആനിമൽസ് എന്ന് പറയുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ്, കങ്കാരു, ഇവിടെ ഒരു സിംഹം. 150. അതിന് തൊട്ടിപ്പുറത്ത് ജിറാഫ്, സീബ്ര. ഇതിന്റെ അകത്തോട്ട് കേറിയിട്ട് ഇവിടെ കൂടെ എങ്ങോട്ടൊക്കെ നോക്കണമെന്നറിയത്തില്ല. 250 രൂപ, 150 ടിക്കറ്റ്. അവിടെ 200 എവിടെ, 350, 250 അപ്പുറത്ത്. അതിന്റെ അപ്പുറത്ത് 200, അതിന്റെ അപ്പുറത്തും ഉണ്ട് 200. ചൂട്. അങ്ങനെ ഞങ്ങൾ 200 പാതയിൽ കൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൈഡ് സീറ്റ് നോക്കിയാ ഇരുന്നത്. പക്ഷെ നല്ല ചൂടാ, ഒരു രക്ഷയില്ലാതെ. അത് മാത്രമല്ല നമ്മൾ 200 സീറ്റിലാണ് കയറിയത്. 150 സ്റ്റാർട്ടിങ്, 350 വരെ ഉണ്ട്. 200 കയറിയത്. നല്ല ചൂടാണ്. മാത്രമല്ല കുറച്ച് ഉള്ളിലാണ്, കുറച്ച് ചൂട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ സർക്കസ് എല്ലാം കണ്ട് ഇറങ്ങി. ഞങ്ങൾ കണ്ണിന് കുഞ്ഞു 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 കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറെ മ്യൂസിക് കാര്യങ്ങളോ, അപ്പൊ അത് ഞങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്ത് എടുത്താൽ അല്ലെങ്കിൽ കോപ്പറേറ്റിന് ഇഷ്യൂ വരുന്നുണ്ട്. കുറച്ച് നമുക്ക് ക്ഷമയോടെ കുറേ കണ്ടിരിക്കാനുണ്ട് അല്ലേ? ക്ഷമയില്ലാതെ കണ്ടിരിക്കാനുണ്ട്. ക്ഷമയില്ലാതെ കണ്ടിരിക്കാനില്ല, അതിനകത്ത് ഒരെണ്ണം പേടിക്കാനുണ്ട്. ഞങ്ങൾ എല്ലാരും പേടിച്ച്, ഉൾപ്പെടെ. അങ്ങനെ പറ. ശരി, അത് ശരിക്കും പേടിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു 4 വാളിന് മുകളോട്ട് നമ്മള് സർക്കസ് എല്ലാം കണ്ടിട്ട് ഇറങ്ങി. അടുത്ത സർക്കസിന്റെ വീട്ടിലാണ്. പക്ഷെ സമ്മതിക്കണം അല്ലേ, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സർക്കസ് കാണുന്ന നല്ല കലാകാരന്മാരും കലാകാരനും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അല്ലെ കഷ്ടം. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയത്തില്ല, അത്രയ്ക്ക് കണക്ക് നമ്മൾ കാണുന്നത് തന്നെയാണ് എന്തെങ്കിലും. കാരണം അവർക്ക് ഒരു പ്രോത്സാഹനം കൂടെയാണ്. മാത്രമല്ല ആഫ്രിക്കൻ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എന്നെ കണ്ടിട്ടില്ലേ? ഒരു പെണ്ണും ഒരു 6-7 ആണുങ്ങളും ഉണ്ട് ആഫ്രിക്കയിൽ തന്നെ. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. എന്തായാലും കൊള്ളായിരുന്നു അല്ലേ? അതെ, ഞങ്ങള് പറയുമായിരുന്നു ഒന്ന് കൈ തെറ്റിപ്പോയാ റബ്ബെ അവരുടെ ജീവിതം എന്താണെന്ന് അറിയത്തില്ല. അതേ ഭയങ്കര എന്തായാലും നിങ്ങൾ ഇവിടെ നല്ല എഫേർട്ട് എടുത്താണ് അവര് ചെയ്തിരിക്കുന്നത്. കാരണം പ്രാക്ടീസ് ബൈ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പൊ അത്ര കണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ നമ്മള് എല്ലാരും ജോക്കർ സിനിമ കണ്ടില്ലേ, എനിക്ക് ആ ലാസ്റ്റ് മറ്റേ നെറ്റിന്ന് ചാടുമ്പോഴൊക്കെ മറ്റേ സുധി എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ പറഞ്ഞ കമല, ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഓർമ്മ വന്നു. ആ ഫിലിം കണ്ടാണ് ഞാൻ 10th പഠിച്ചപ്പോൾ ആ ഫിലിം കണ്ടത്. എന്റെ വളരെ ചെറുപ്പത്തിൽ, എനിക്കൊന്ന് 6ലോ 5ലോ മറ്റോ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇത് കണ്ടിരുന്നത്. സർക്കസും അത് തന്നെ, ആ ഫിലിമും അത് തന്നെ. സർക്കസ് നമ്മുടെ റൈബാൻ ഒറ്റോടത്തിന് അവിടെ വന്നിരുന്നു. ഇതിനകത്ത് മൃഗങ്ങളൊന്നും ഇല്ലെന്നേ ഒരു മൃഗം ഉള്ളായിരുന്നു, ഇപ്പൊ ഫ്രണ്ട് ഇരിപ്പുണ്ട് കാറിന്റെ. അതായത് വിദ്യ എന്ത് മൃഗമായിരുന്നു? നല്ല മഴക്കാറുണ്ട്, എന്തായാലും നല്ല ബ്ലോക്ക് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അല്ലെ ഒരു എന്തുവാ ഒരു നമ്മള് ഇത്തിരി പാടം ഇറങ്ങാൻ റോഡിലൊക്കെ. ഇത് ഒരു കുത്തര ഇറക്കത്തിലോട്ട് വണ്ടി ഇടുക, അവിടുന്ന് മുകളിലോട്ട് കയറിയാൽ ഇത്രയും വണ്ടികളൊക്കെ കണ്ടിന്യൂസ് ഇറങ്ങുമ്പോഴത്തേക്കും ആ അപ്രോച്ച് റോഡ് താന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് അവിടുത്തെ വണ്ടി എടുക്കാൻ അത്ര പ്രയാസമാണ്. അങ്ങനെ വളരെ റിസ്ക് എടുത്താണ് വണ്ടി മുകളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി മണി എത്രയേ? 6:15 നല്ല ഇരുട്ട്. നമ്മളിതിനകത്ത് കാണുന്നില്ല, അതിനേക്കാൾ നല്ല കറുത്ത് ഇരുണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെങ്ങോട്ടേക്കാ പോകുന്നത്? മഴ പെയ്യും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇച്ചിരി നേരം പോയിരിക്കാം. അല്ല നൈസാം ഇച്ചിരി നേരം. എന്തായാലും അവിടെ ഉള്ളവർക്ക് നല്ല ബിസിനസ് മൈൻഡുള്ള ആൾക്കാരാണ്. കാരണം വെച്ചാല് 45 മിനിറ്റ് ആദ്യത്തെ ഫുഡൊന്നും ഇല്ല, പിന്നെ കണ്ടിന്യൂസ് കഴിയുന്നവർ 2 മണിക്കൂർ 7 മിനിറ്റ് ആണുള്ളത്. അതന്നെ, അത് ഒരു സമയത്ത് പല സാധനങ്ങളും കൊണ്ടുവരുന്നത്. ഫസ്റ്റ് എന്ത് കൊണ്ടുവരുന്നത്? പോപ്കോൺ കൊണ്ടുവന്ന്, പിന്നെ ലേസ് കൊണ്ടുവന്ന്, ഐസ്ക്രീം, വെള്ളം, മറ്റേ എന്താ ഫാൻ്റെ മറ്റേ സ്പ്രൈറ്റും ഒക്കെ മറ്റേ ബോട്ടിലില്ലേ ആ സാധനം, അതന്നെ മൈക്ക്. പിന്നെ മറ്റേ പുല്ലുമിഠായി അതൊക്കെ നല്ല ഇതോടെയാണ്, നീറ്റ്നെസ് ആയിട്ടാണ് പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞ് തന്നെ അവര് കൊണ്ടുവരുന്നത്. നല്ല വൃത്തിയായിട്ടല്ല കൊണ്ടുവരുന്നത്. അത് ഒരു സമയത്ത് പല ആൾക്കാർ പല 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 സ്ഥലങ്ങളായിട്ട് പോയി. കതിജ സർക്കസ് കാണാൻ വന്നല്ലേ, ഫുഡ് കാണാൻ വേണ്ടി എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം ഉറങ്ങാനും പാടില്ല, എന്നാ പോകത്തില്ല. കയ്യാപ്പിക്ക് ഇടക്കൊന്ന് പല്ലുവേദന കണക്കൊക്കെ വന്ന അതാണൊന്ന് മൂഡ് ഓഫ് ആയി പോയി. അതാ ഓടി എന്റെ അടുത്ത്. അതാ പോപ്കോൺ കഴിച്ചേ. പോപ്കോൺ അത് പിന്നെ പോപ്കോൺ വേണോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അവിടുന്ന് ഓരോരുത്തരെല്ലാം കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു ആ മൈൻഡൊക്കെ മാറിയപ്പോ ഓക്കെ. അവര് പറഞ്ഞു ഒരു 2-3 ദിവസത്തേക്ക് കാണുമെന്ന് പറഞ്ഞായിരുന്നു. ബീച്ചിൽ പോക്ക് പാളിപ്പോയി ഗൈസ്, മഴ. അതന്നെ, നല്ല മഴ. അങ്ങനെ ബീച്ചിൽ പോക്ക് ഞങ്ങൾ ക്യാൻസലായി. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, 2 ദിവസമായിട്ട് സന്ധ്യക്ക് മഴ പെയ്യണം. 5 ഇന്നലെയും പെയ്തിട്ടുണ്ട്, നല്ല മഴയായിരുന്നു. അപ്പൊ എന്തായാലും ബീച്ചിൽ പോകുന്ന നമ്മള് ക്യാൻസലായി. നല്ലൊരു സൺഡേ ആയിരുന്നു എന്തായാലും അല്ലേ. പക്ഷെ ബീച്ചിൽ പോകാൻ പറ്റില്ല, അവിടെ 2 മണിക്കൂർ മേലെ അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ നമ്മള് ട്രാവലിങ്ങിന് 2 മണിക്കൂർ ഭയങ്കര ടയേർഡാണ് നിനക്ക്. നമ്മള് ഭയങ്കര ചൂടുണ്ട്. ഇപ്പൊ ഇടക്കിടക്ക് കരണ്ട് നല്ലതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റ ഇരിപ്പ് തന്നെ ഇരിക്കണം. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കഴിക്കാൻ ഇറങ്ങാൻ പറ്റുമല്ലേ, കഴിക്കാൻ മാത്രമേ വേറെ ഒരു പരിപാടിയാണ് നടക്കത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലൊക്കെ സർക്കസ് പോയി കാണണമെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയണം അഭിപ്രായം. നല്ലതാണ്, എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ കാണണം. അതെ, അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.